ഹലോ, അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷം വാവ് കൂടാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ അമ്മയുടെ തറവാട്ടിലാണ് വാവിന് പൊതുവെ ഒത്തുകൂടാറുള്ളത്. അപ്പോൾ മാടായിപ്പാറ വഴിയാണ് പോയത്. അപ്പോൾ കണ്ടപ്പോൾ ഇറങ്ങണമെന്നും ആക്കണമെന്നൊക്കെ ഒത്തിരി ആശയുണ്ടായിരുന്നു. പിന്നെ കാക്കപ്പൂവൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയമാണ്. ഒരുപാട് നമ്മുടെ നാട്ടുകാരായാലും പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരായാലും ഒത്തിരി വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഏട്ടനോട് ഒന്നും പറയാതെ തന്നെ ഏട്ടൻ നിർത്തി. അപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് നിന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് അപ്പോൾ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ കുഞ്ഞൂട്ടൻ്റെ കാര്യം ഒന്നും പറയേണ്ട, അവനെ നിലത്തിറക്കിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അവൻ കുറച്ച് വെള്ളവും കൂടെ കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി. അപ്പോൾ മഴ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോകാനുള്ള തിരക്കിന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കി. അപ്പോൾ അവൻ വിടുന്നേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കുറച്ച് കാക്കപ്പൂവൊക്കെ പറിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ പോയത് പഴയങ്ങാടി ടൗണിലേക്കായിരുന്നു. നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചിട്ട് കയറിയത് MRAയിലായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോസ് എടുക്കാനും കൂടെ തോന്നി. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തുമ്പോഴത്തേക്കും പോകുന്ന വഴി ഫുള്ള് വെള്ളമായിരുന്നു. കണ്ടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ പൊതുവെയുള്ള അവസ്ഥ. അപ്പോൾ ഏട്ടൻ നല്ല സൂപ്പർ ഡ്രൈവർ ആയതുകൊണ്ട് നമ്മുടെ അധികം വെള്ളത്തിൽ മുങ്ങാണ്ട് നമ്മൾ വീട്ടിലെത്തി. കാലിൻ്റെ ഏകദേശം അങ്ങനെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അത്രയും വെള്ളമായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ബാക്കിലെത്തിയും മുന്നത്തെയും കണ്ടത്തിൽ ഫുള്ള് വെള്ളമായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടിപ്പാട്ടാൾ മൊത്തം എത്തിയോണ്ട് ബഹളമാണ് മൊത്തം. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ചേച്ചിയാണ് കിച്ചൺ ഡ്യൂട്ടി ഫുള്ള് ചെയ്തത്. നമ്മുടെ മെയിൻ ഷെഫാണ്. ഇവരുടെ ഐറ്റംസൊക്കെ പൊളിയാണ്, നല്ല ടേസ്റ്റാണ് കൂട്ടാനായിട്ട്. അപ്പോൾ ചിക്കൻ ഇത് അടുപ്പത്ത് കയറ്റാനായി, ചോറ് ഇതാവുന്നുണ്ട്. പിന്നെ പായസം, പിന്നെ അവിയൽ, പച്ചടി അങ്ങനത്തെ ഐറ്റംസൊക്കെ നേരത്തെ ആയതാണ്. പിന്നെ നമ്മളും കൂടെ പോയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ചായ കുടിച്ചു. നല്ല മുരിഞ്ഞ അടിപൊളി ചൂട് പപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വിളക്ക് വെച്ച് ഒരു 6 മണി 7 മണി ആയപ്പോൾ നമ്മൾ അകത്ത് വെച്ച് കൊടുത്തു. 3 പേർക്കാണ് വെക്കാറുള്ളത്. അപ്പം ആ ഫുഡ് എടുത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് മേശപ്പുറത്ത് വെച്ച് കഴിച്ചു. അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പിള്ളേഴ്സും വലിയവരും ഒക്കെ കൂടി ഒരുമിച്ചിരുന്നാണ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മളെല്ലാവരും കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ഫുഡിലേക്ക് കിടന്നത്. അപ്പോൾ ഇല വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും കഴിച്ചത്. അല്ലെങ്കിൽ പൊതുവേ നിലത്തായിരുന്നു ഇരിക്കാറ്. ഇപ്രാവശ്യം എല്ലാവരും മേശയിൽ തന്നെ ഇരുന്നു. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.